അത് ആരുടെ ഭാഗത്താണ് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്? ഇന്നലെ മനോരഥ ട്രെയിലറിലൊന്നും കാണുന്ന ആൾക്കാരുണ്ടോ? മമ്മൂട്ടി സാറിന്റെ സിനിമയിൽ യാത്രക്കുറിച്ച് അഭിനയിച്ചത് അവിടെ വെച്ചാൽ പോലെ പരിചയപ്പെട്ട ബിഗ് ബോസ് കണ്ടത് നല്ലൊരു അതിലൊരു ആസ്വദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ആസ്വദിക്കാതെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ഒരു ദുരനുഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ, ആസ് എൻ ആക്ടർ ഇൻ ദ ഇൻഡസ്ട്രി നമ്മളെല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു വിഷമം ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാവുന്ന ഭയങ്കര നമുക്കും ഭയങ്കര വിഷമം എന്നൊരു വിഷയമാണ്. അദ്ദേഹം ഭയങ്കര മെച്യൂർഡ് ആയിട്ട് അവിടെ ലോ പ്രൊഫൈൽ തന്നെ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഗ്രേറ്റ്നെസ് ആണ് അവിടെ നമ്മൾ കണ്ടത്. കാരണം വേറെ ചിലപ്പോ പല ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്ത് അവിടെ വഷളാവും. അങ്ങനെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ഇവന്റ് ആണ്. അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ ഒരു മെച്യൂരിറ്റിയാണ് അദ്ദേഹം തിരിച്ച് ഹാൻഡിൽ ചെയ്താൽ പറ്റും. അതാണ് എക്സ്പീരിയൻസും വഴികളുടെ ഒക്കെയാണ്. അല്ല, ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് പോയി സംസാരിച്ചു തന്നു. എനിക്ക് ഈ സംഭവം നടന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹം, പണ്ട് കാണിക്കുന്ന അതേ സ്നേഹത്തിൽ തന്നെ അത് ഈ സീൻ കഴിഞ്ഞ് വന്ന് നിൽക്കായിരുന്നു. പക്ഷെ അതേ കേരള എനിക്കത് അറിയില്ലായിരുന്നു അതിന്റെ സംഭവം നടന്നതാണ്. അതിനുശേഷം ഞാൻ പോയി സംസാരിച്ചിരുന്നു. അവര് ആൾക്കാർ നമ്മൾ പറയേണ്ട വിഷയം സീരിയസ് ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ മീഡിയനെ. ആൾക്കാർ അതിനെതിരെയും അതിന് വേണ്ടിയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ കണ്ടറിയാം രണ്ടുപേരും സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര അധികം ഒരു ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം. ഞാൻ വന്ന വഴി കൊണ്ട് ഞാനും കുറെ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ പ്രാന്തം നടക്കാൻ 5 വർഷമായി. നമ്മൾ കുറെ ബിഗ് ബോസ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആ ഫീലിംഗ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഇതേപോലെ ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടില്ലാതെ അദ്ദേഹത്തിന്റെ എഫോർട്ടും പരിശ്രമവും ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മൾ കാണുന്ന ഒരു ആക്ടറാണ്. പല സിനിമകളും വളരെ ചെറിയ പ്രായത്തോട്ട് നമ്മൾ കണ്ടു തുടങ്ങി. അതിന്റെ കരിയർ ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം സിനിമ ഫോളോ ചെയ്യുന്നു. അദ്ദേഹത്തോട് അഭിനയിക്കാൻ ഒരു പരിസ്ഥിതി സാധിക്കും. ലുക്കിംഗ് ഫോർവേഡ്. ഭയങ്കര വലിയൊരു ആരാധനയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ആസ്വദിക്കുന്നതായ അനുഭവം ഉണ്ടായിരുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ചുള്ളത് അമ്മയുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് ആസ്വദിക്ക് സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അമ്മയുടെ നിലപാട് എന്താന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ചേർന്ന് ഞങ്ങൾ നിൽക്കും. നിങ്ങൾ എല്ലാവരും സ്വരമാണ് അമ്മയുടെ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഒരു കൊളീഗ് എന്ന നിലയിൽ വേറെ പേര് പറയാനുണ്ടോ? ആൻഡ് പ്രൗഡ് ഓഫ് ദാറ്റ്. 2 ദിവസം മുന്നേ ആസ്വദിയുടെ സംഭവം അറിയിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, നമുക്കിപ്പോ ഇത് പറഞ്ഞാൽ പറയാം. ഇതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. 2 ദിവസം മുന്നേ ആസ്വദിക്കുന്ന അനുഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തൊരു അനുഭവമായിരുന്നു. ആസിഫിന് ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് അവനത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തു. തീർച്ചയായിട്ടും അല്ല, അവന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള സംസ്കാരം ആസിഫിനുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വയ്ക്കുന്ന ആൾക്കതില്ലായിരുന്നു. അപ്പം ആസിഫ് അത് വളരെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യും. 2 ദിവസം മുന്നേ ആസിഫിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അറിയില്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അത് പുള്ളി വളരെ നല്ല രീതിയിൽ തന്നെ അതിനുള്ള ഡീൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ സപ്പോർട്ട്. പിന്നെ രമേശ് നാരായണൻ പുള്ളിയാണെങ്കിലും പുള്ളി സോറി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വിഷയം അവിടെ കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല. അല്ല, അപ്പൊ പേഴ്സണലി ഇപ്പൊ ആ വിഷയത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അല്ല, അങ്ങനെ ആരുടെയും കൂടെ ഇല്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റും വേറൊരു ആർട്ടിസ്റ്റിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിക്കുണ്ടായ ഫ്രസ്ട്രേഷൻ കാരണമായിരിക്കും പുള്ളി ചെയ്തത്. പക്ഷെ അത് വേറൊരു ആർട്ടിസ്റ്റിനോട് ചെയ്തപ്പോൾ അത് പുള്ളിക്കും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും സഹൃദയരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന കലാകാരൻ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് പെരുമാറുന്നുള്ളത്. അമ്മ അസോസിയേഷൻ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആസിഫിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് അമ്മ അസോസിയേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് ഈ രീതിയിലാണ് ആസിഫിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിലാണ് അമ്മ അസോസിയേഷൻ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിരുന്നോ ചോദിക്കാൻ? അത് ആ പോസ്റ്റർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചത്. തെറ്റ് എന്നുള്ള രീതിയിലല്ല ഷെയർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ആസിഫിന്റെ കൂടെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ പിന്നെ പബ്ലിക്കായിട്ട് മാത്രം പറയുകയും ചെയ്തല്ലോ രമേശ് നാരായണനാണെങ്കിൽ.
കഴിഞ്ഞു. പിന്നെ അവര് തമ്മിൽ തീർക്കേണ്ട എന്തെങ്കിലും ഉണ്ട്, അവര് തമ്മിൽ തീർക്കേണ്ടതാണ്. പുറത്തുനിന്ന് കയറി അവരിങ്ങനെ ചെയ്യണമായിരുന്നു പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ നിരവധി ട്രോളുകളും ഡീഗ്രേഡിംഗ് ഒക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിൽ മൊത്തം സപ്പോർട്ടീവായിട്ട് ഈ ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട്. ന്യൂസ് ചാനൽ ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രഗല്ഭമായ സംഗീതജ്ഞനാണ്. അപ്പൊ ഇത്രയധികം അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആരുടെയും കയ്യിലില്ല. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും ട്രോളുകൾ വരുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്കെതിരെ വേണമെങ്കിലും വരാം, നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു. അപ്പൊ ഈ പറയുന്നത് എനിക്ക് വരാൻ പോകും. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവര് തമ്മിൽ തീർക്കേണ്ട ഒരു വിഷയം തീരുമ്പോഴേക്കും അത് കെട്ടിടമായിരിക്കും. ഒരുപാട് പേർ അങ്ങനെ വരുന്നുണ്ടല്ലോ. ചിലർ അറിയാതെ ചെയ്ത കാര്യങ്ങൾ പോലും ഓർത്തേരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാറുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ ഇതേ ആൾക്കാർ ഒരിക്കലും അത് സോറി പറയാനൊന്നും നിൽക്കാറില്ല. അദ്ദേഹത്തിന് ഇത് അറിയിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഇത്രയധികം ട്രോള് കാര്യങ്ങൾ. എനിക്കറിയില്ല ബ്രോ, അതിപ്പോ ഞാനല്ലോ പറയേണ്ടത്. അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു നമുക്കറിയില്ല. നമ്മൾ വിഷ്വൽ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ശരിക്കുള്ള ആക്ട് അവിടെ എന്താണ് നടന്നത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞവരോ നമുക്ക് മനസ്സിലാവും കോമൺ സെൻസ് വെച്ചിട്ട് എന്താണ് നടന്നിട്ടുള്ളത്. അത് പുള്ളിക്കാരനും പോയി സോറി പറഞ്ഞ ഇങ്ങനെയായിരുന്നു ആ സമയത്തുള്ളത്. ആ സമയത്ത് അത് പ്രതികരിച്ചിട്ടില്ല. അത് വളരെ നല്ല ഇതായിരുന്നു എനിക്ക് തോന്നുന്നു. വളരെ അതിനൊരു ഡീസൻസി ഉണ്ട് പുള്ളിക്കാരൻ. ഇതൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് പുള്ളിക്കാരൻ തോന്നിക്കാണ്. ബാക്കിയുള്ള കണ്ട് നമുക്ക് മനസ്സിലായി പുള്ളിക്കാരൻ അത് ഇൻസൾട്ടഡായി. പക്ഷെ പുള്ളി അത് വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്തു. അത് അവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. സോറി പറഞ്ഞതിൽ പൂർണ്ണത അറിയില്ല. അതിപ്പോ പുള്ളി എങ്ങനെയാണ് പറഞ്ഞത് നമുക്കറിയില്ല. പുള്ളിയുടെ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചതാണ്. എത്രത്തോളം അതെനിക്ക് അറിയില്ല. വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഒരു ഇങ്ങനെ അവാർഡ് ആസിഫലി എനിക്ക് അവാർഡ് തരാൻ അർഹനായിട്ടുള്ള അല്ലാതെ വിചാരിച്ചിട്ട് ആ സീരീസിന്റെ ഡയറക്ടറാണ് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർഗനൈസേഴ്സിന്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിച്ച് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പുള്ളിയുടെ പേരല്ല വിളിച്ചത്. അറിയില്ല എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്, നമുക്കറിയില്ല. 2 ദിവസം മുന്നേ ആസിഫിക്കുണ്ടായ അനുഭവത്തിന് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആസിഫിക്കൊക്കെ ഉണ്ടായ അനുഭവം സ്റ്റേജിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്താ സംഭവിച്ചത് പക്ഷെ അത് അങ്ങനെ ഒരു സീന് അതിനെ കുറിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ ഫീൽ ചെയ്തത്? കൂടുതലൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ സംഭവം ഞാൻ ഒരു കണ്ടതാണ്, ഓൺലൈൻ മീഡിയയിൽ കണ്ടതാണ്. അപ്പുറത്തേക്ക് വലിയ ഒരു പരിജ്ഞാനം അനുഭവമൊന്നും ഇല്ല. അതിനെ പ്രതികരണം എന്താ അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് ഗ്രേസ്ഫുള്ളി ആസിഫലി ചെയ്തിട്ടുള്ള മറ്റേ സൈഡിൽ നിന്നാണ് അറിയില്ല. ഡയറക്ടർ വെയിറ്റ് ചെയ്താണെന്നാണ് പറഞ്ഞത്. അത് ആരുടെ ഭാഗത്താണ് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്? ഞാനങ്ങനെ ഒരു വോട്ടിംഗ് ഒന്നുമില്ല, ഇലക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ആരുടെയും മാറ്റി അവര് തന്നെ പരിഹരിച്ചു.